ഹേ ഓൾ, നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്സോ ഒക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്നാൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും പ്രൈസും കൊടുത്ത് ഫ്രെയിം വാങ്ങണോ വേണ്ടേന്നും വിചാരിച്ച സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അല്ല, എനിക്കുണ്ടായിക്കണ്. എന്നാൽ അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. വെറും A4 വെച്ച്, A4 തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. A4ൻ്റെ ഒക്കെ ഒരു GSM വരുന്ന ഏത് പേപ്പറായാലും കുഴപ്പമില്ല. പേപ്പറിന് ഭയങ്കരമായിട്ട് കട്ടി കുറഞ്ഞു പോയാൽ ഫ്രെയിമിനൊരു ഉഷാറുണ്ടാവില്ല. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഫ്രെയിമിൻ്റെ അളവൊക്കെ എടുത്ത് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കാം. 4 സൈഡും ഓരോ സെൻറ്റിമീറ്റർ വീതം എടുത്തിട്ടാണ് കേട്ടോ 4 കോളംസ് വരച്ചത്. ഇനി നിങ്ങൾക്ക് വിടുത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെൻറ്റിമീറ്റേഴ്സ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ശേഷം വീഡിയോയിൽ കാണുന്ന പോലൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് കയ്യിലും കൺഫ്യൂഷൻ ആവും. സംഭവം ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ഫ്രെയിം വേണ്ട, ബ്ലാക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പറോ കളർ പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.